സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷമാകുന്നു, മരണസംഖ്യയും ഉയരുന്നു. മലയോര മേഖലകളിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും തന്നെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ ഉയരുന്നത് തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചേറെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇതോടൊപ്പം നദികളിലൊക്കെ തന്നെ പ്രളയസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൂടി തന്നെയാണ് ഏറെ ആശങ്കാജനകമായിട്ടുള്ളത്. കോട്ടയം പയ്യാനിത്തോട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് അമ്മയും മകനും മരണപ്പെട്ടു. പയ്യാനിത്തോട്ടം മണപ്പാട്ട് വീട്ടിൽ ജോസഫിൻ ജോണി, അമ്മ റജീന ജോണി എന്നിവരാണ് മരണപ്പെട്ടത്. ഇവരുടെ വീടിന് മുകളിലേക്കായിരുന്നു മണ്ണിടിഞ്ഞ് വീണത്. പുലർച്ചെ മുതൽ തുടങ്ങിയ കനത്ത മഴ മൂലം പ്രദേശത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയിരിക്കുകയാണ്. ഈരാറ്റുപേട്ട ടൗണിൽ കടകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പാലാ ടൗണിലടക്കം വെള്ളം കയറി തുടങ്ങി. പ്രദേശത്ത് മഴയ്ക്കൽപ്പം ശമനം വന്നിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം കാര്യമായി ഇറങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊണ്ടോട്ടി നീറാട് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട ഒരു 4 വയസ്സുകാരൻ മരണപ്പെട്ട ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. നെടിയിരിപ്പ് മേലേപ്പറമ്പ് കണ്ണപ്പത്തൊടി ഹമീദ് നദീറ ദമ്പതികളുടെ മകനായ ആദം അയ്മനാണ് മരിച്ചത്. അമിതമായ ഒഴുക്കുള്ള തോടിൻ്റെ കരയിലൂടെ നടക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അധികം വൈകാതെ തന്നെ കുട്ടിയെ രക്ഷിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനിടെ സംസ്ഥാനത്ത് പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് പ്രമുഖ നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് അപകടകരമായ രീതിയിലാണ് ഉയർന്നിരിക്കുന്നത്. പുഴകളിൽ ജലവിധാനം ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ജല കമ്മീഷനും സംസ്ഥാന ജലസേചന വകുപ്പും വിവിധ നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നദീതീരത്ത് താമസിക്കുന്നവരും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രധാനപ്പെട്ട നദികളിൽ വൻതോതിൽ തന്നെ ജലം ഉയർന്നിരിക്കുന്നു. സ്ഥിതിഗതികൾ കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷാ മുൻകരുതൽ നടപടികളൊക്കെ തന്നെ ശക്തമാക്കിയിരിക്കുകയാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നദികളും സ്റ്റേഷനുകളും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാറും, കൊല്ലം ജില്ലയിൽ കല്ലടയാർ, കോട്ടയം മീനച്ചിലാർ, മണിമലയാർ, അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദി, അച്ചൻകോവിലാർ എന്നിവിടങ്ങളിലാണ്. ഇതിനു പുറമെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാറിൽ കക്കടശ്ശേരി സ്റ്റേഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലൊക്കെ തന്നെ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. വളരെ പെട്ടെന്ന് മഴവെള്ളപ്പാച്ചിലിനും വഴിവിട്ട ഒഴുക്കിനുമൊക്കെ തന്നെ സാധ്യത ഏറുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജനങ്ങൾ നദികളിൽ ഇറങ്ങാനോ കുളിക്കാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നാണ് കർശനമായി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.